ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒന്നാണ് ഈ പച്ചമാങ്ങ കൊണ്ട് തയ്യാറാക്കുന്ന ഒരുപാട് റെസിപ്പികൾ. അതിൽ ഏറ്റവും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും ഉറപ്പായിട്ടും മാംഗോ മുറബ്ബ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കല്ലേ ഓള് കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് പച്ചമാങ്ങയാണ്. ഞാനിപ്പോൾ ഒരു 4 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ലതുപോലെയുള്ള പച്ചമാങ്ങ എടുക്കണം. ഒരല്പം ഇങ്ങനെ നല്ലതുപോലെ വിളഞ്ഞിട്ടുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. തീരെ ഇങ്ങനെ പിഞ്ചായിട്ടുള്ള മാങ്ങ ഉണ്ടല്ലോ, അതിനേക്കാളും നല്ലത് നല്ലതുപോലെ നല്ല വിളഞ്ഞ മാങ്ങ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 4ഓളം മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് തയ്യാറാക്കി വെക്കാവുന്നതാണ്. ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഇതിന് പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് മാറ്റി ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിനാണ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ വലിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ടും കട്ട് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാകുമ്പോഴത്തേക്കിനും ഓരോന്നായിട്ട് എടുക്കാനായിട്ട് എളുപ്പം ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി ബാക്കി കാര്യങ്ങളും കൂടി നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി വേണ്ടത് ഈ വെള്ളമെല്ലാം നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് തിളച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല, എന്നാലും നല്ലതുപോലെ ഒന്ന് ചൂടായി കിട്ടണം. നമ്മളെ വെച്ച് കൊടുത്ത വെള്ളം എല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് തുടങ്ങാനുള്ള ആ ഒരു ചൂടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളത് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ പച്ചമാങ്ങ എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരുന്നാൽ മതിയാവും. നമ്മളെ വെച്ച് കൊടുത്തിട്ടുള്ള വെള്ളം എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റോളമായിട്ടുണ്ട്. ഒരു പകുതി അളവിലോളം നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഏകദേശം ഒരു 2 കപ്പോളം പഞ്ചസാരയും കൂടിയാണ്. അപ്പോൾ നമ്മളിത് മധുരത്തിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അതിൻ്റെ പേരിൽ ഇതിലേക്ക് അത്യാവശ്യം പഞ്ചസാര നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പഞ്ചസാരയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് പകുതിയോളം അളവിൽ നമുക്ക് ഒന്ന് വറ്റി കിട്ടണം. അത്രയും സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ മാങ്ങയൊക്കെ ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടി. അതായത് ഈ മധുരം എല്ലാം ഈ നമ്മുടെ ഈ മാങ്ങയിൽ ഇങ്ങനെ പിടിച്ചിട്ട് വരും. നമ്മുടെ മാങ്ങയ്ക്ക് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ആ പുളിയും മധുരവും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇനി നല്ലതുപോലെ തിളച്ച് വരട്ടെ. ഇത് വീണ്ടും ഒന്ന് ഫ്ലെയിം ഈ സമയം നമുക്ക് ഒന്ന് ഹൈയിൽ തന്നെ വെച്ച് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പ് എല്ലാം നല്ലതുപോലെ ഒന്ന് ഉരുകി നന്നായിട്ടൊന്ന് ഇതൊന്ന് തിളച്ചിട്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഇതിങ്ങനെ കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഇനിയും കുറച്ച് സമയം കൂടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 4 ഏലക്ക എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ആ ഏലക്ക ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ഏലക്കയുടെ, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ കറുവാപ്പട്ടയും കൂടി. അപ്പോൾ കറുവാപ്പട്ട ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർക്കാം. അപ്പോൾ കറുവാപ്പട്ടയുടെ ഒരു പ്രത്യേക ടേസ്റ്റും ആ ഒരു പ്രത്യേക ഫ്ലേവറും അതൊക്കെയാണ് നമുക്കിതിൽ കിട്ടുന്നത്. കൂടെ തന്നെ ഇതുപോലെ ഒരു 2 പിഞ്ച് അളവിൽ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരുപാട് നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മാങ്ങ എല്ലാം ചെറുതായിട്ട് ഇങ്ങനെ പൊടിഞ്ഞു പോകും. അങ്ങനെ തീരെ അങ്ങ് പൊടിഞ്ഞു പോകാൻ വേണ്ടി നിൽക്കരുത്. ഇതുപോലെ ലൈറ്റായിട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാവും. ഫ്ലെയിം നമുക്ക് ഈ സമയത്ത് കൂട്ടി തന്നെ വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളൊന്ന് തിളപ്പിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന ഈ സ്പൈസസും അതുപോലെ തന്നെ നമ്മുടെ ഈ പഞ്ചസാര ഷുഗർ സിറപ്പും ഒക്കെ നമ്മുടെ ഈ പച്ചമാങ്ങയിൽ പിടിച്ചിട്ടൊരു പ്രത്യേക ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. ഒരുപാട് ഓവറായിട്ട് നമുക്ക് ഈ ഷുഗർ സിറപ്പ് ആവശ്യമായിട്ടില്ല.
ഇതിപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഏകദേശം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ആ ഒരു നൂൽ പരുവം ഇങ്ങനെ ആയി വരികയാണ്. ഇതുപോലെ ഈ ഒരു രീതിക്ക്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്ക് ഇതിപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. 3 മിനിറ്റ് ആകുമ്പോഴാണ് ഇങ്ങനെ ആയിട്ടുള്ളത്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരല്പം മാത്രം മഞ്ഞൾപ്പൊടിയും കൂടിയാണ്. നമ്മൾ ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ലൈറ്റായിട്ടൊരു മഞ്ഞ കളർ നമുക്കിതിന് കിട്ടും. ഒരല്പം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും, ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊരല്പം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒരു 2 മിനിറ്റും കൂടി നമ്മൾ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ വേണ്ടതാണ് ഇതുപോലെ ഒരല്പം കുങ്കുമപ്പൂവും കൂടിയാണ്. നമ്മൾ കുങ്കുമപ്പൂവ് ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു അരോമ കിട്ടും, അതുപോലെ ലൈറ്റായിട്ടുള്ള കളറും കൊടുക്കും. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ സാധാരണ ഈ മാംഗോ മുറബയിലേക്ക് ഒരല്പം കുങ്കുമപ്പൂ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെ പേരിലാണ് ഒരല്പം ചേർത്ത് കൊടുക്കുന്നത്. ഓപ്ഷനിലാണ്, എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കാര്യമല്ല ഇത്, അതിൻ്റെ പേരിലാണ്. ഇതില്ലാന്ന് വെച്ചിട്ട് ഇത് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് അതിൽ അത്രയ്ക്ക് അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമില്ല, അതിൻ്റെ പേരിലാണ്. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 2 മിനിറ്റും കൂടി നന്നായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. നല്ലതുപോലെ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മാങ്ങയൊക്കെ ഇതുപോലെ ഇങ്ങനെ മിഠായി പോലെ കിട്ടും കേട്ടോ. നല്ലൊരു ക്യാൻഡി പോലെയാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സമയം നമ്മുടെ ഷുഗർ സിറപ്പ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂൽ പരുവം മാതിരി ഇതുപോലെ ഇങ്ങനെ നമ്മുടെ കയ്യിലിങ്ങനെ ഒരു നൂൽ പരുവത്തിൽ കിട്ടും. ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ ഷുഗർ സിറപ്പ് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മുറബ്ബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് തണുക്കണം. നല്ലതുപോലെ ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇതൊരു ബോട്ടിലിലാക്കി സൂക്ഷിക്കാം. അതായത് ഗ്ലാസ് ബോട്ടിലാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. പുറത്തും സൂക്ഷിക്കാം, നമുക്ക് ഫ്രിഡ്ജിലും സൂക്ഷിക്കാവുന്നതാണ്. അതിനുശേഷം നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം കേട്ടോ നമുക്ക് ഗ്ലാസ് ബോട്ടിലേക്ക് ഒന്ന് മാറ്റാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് പെട്ടെന്ന് അത് കേടാകും. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്തതിന് ശേഷം ഒന്ന് മാറ്റിയിട്ട് നമുക്കിത് തൊട്ടടുത്ത ദിവസം മുതൽ ഇത് സെർവ് ചെയ്യാവുന്നതാണ്. വെറുതെയും നമുക്ക് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴത്തേക്കും എടുത്ത് കഴിക്കാവുന്നതാണ്. ഓരോ മാങ്ങയായിട്ട് ഓരോ പീസായിട്ട് എടുത്ത് കഴിക്കാം. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പൂരിയുടെയും റൊട്ടിയുടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ അങ്ങനെ നമുക്ക് ഓരോ പീസ് വെച്ച് കഴിക്കാം കേട്ടോ. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സ്വീറ്റാണിത്. ഉറപ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോൾ മാങ്ങ സീസണും കൂടിയാണ്. അപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വീട്ടിലെല്ലാവർക്കും ഒന്ന് സെർവ് ചെയ്തതിന് ശേഷം അവരുടെ അഭിപ്രായം നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് എനിക്ക് മറക്കാതെ ഒന്ന് അറിയിക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.